ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റയിൽ കണ്ട ഒരു കമൻറ്റ് ബേസായിട്ടാണ് ഈ ഒരു വീഡിയോ. ഞങ്ങൾ ജാസ്മിൻ സപ്പോർട്ടേഴ്സിൻ്റെ കൂടെ ഇല്ലാത്ത, വാട്സപ്പ് ഗ്രൂപ്പിലൊന്നും അംഗമല്ലാത്ത ഒരാളുടെ കമൻറ്റാണിത്. ഞങ്ങൾ ഓരോരുത്തരുടെയും മനസ്സിൽ, അതായത് ജാസ്മിൻ സപ്പോർട്ടേഴ്സിൽ ഓരോരുത്തരുടെയും മനസ്സിൽ ഉയരുന്ന ചോദ്യങ്ങളാണിത്. അപ്പോൾ ന്യൂട്രലായിരിക്കുന്ന ആൾക്കാർക്കും ഇങ്ങനെയുള്ള ഡൗട്ടുകളൊക്കെ വരുന്നുണ്ട് എന്നറിഞ്ഞതിലുള്ള സന്തോഷത്തിൻ്റെ പുറത്താണ് ഈ ഒരു കമൻറ്റ് അവരുടെ പെർമിഷൻ ഇല്ലാതെ ഞാൻ വായിക്കുന്നത്. ജാസ്മിൻ ഒരുപാട് വ്യൂവേഴ്സ് സപ്പോർട്ട് ഉണ്ട്, ഫാൻസ് ഉണ്ട്. ബട്ട് അവൾക്ക് വേണ്ടി സംസാരിക്കാൻ കുറച്ചു പേരെ കണ്ടിട്ടുള്ളൂ. ലൈക്സ് ചെയ്യും അവർ. എനിക്കറിയാവുന്നവരിൽ കുറേ ജാസ്മിൻ ഫാൻസ് ഉണ്ട്. അവരാരും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് അല്ല. PR വർക്കേഴ്സിൻ്റെ വിഷയങ്ങൾ വായിക്കാത്തത് കൊണ്ടായിരിക്കാം. ശരിയാണ്. മിക്ക യൂട്യൂബ് ചാനലിൽ കമൻറ്റ്സ് സെർച്ച് ചെയ്തു. എവിടെയും കാലങ്ങളായി ജാസ്മിനെ തെറിവിളിക്കുന്നവരല്ലാതെ അങ്ങോട്ട് തെറിവിളിക്കുന്നവരില്ല. ഇൻസ്റ്റയിൽ ജാസ്മിൻ സപ്പോർട്ട് കമൻറ്റ്സിന് ലൈക്ക് വരും ഒരുപാട് എന്നല്ലാതെ അവരുടെയും ജാസ്മിന് വേണ്ടി തർക്കിച്ച് ആരെയും അധികം കണ്ടിട്ടില്ല. അപ്പോൾ അഫ്സലിനെയോ മറ്റുള്ളവരെയോ തെറിവിളിക്കാൻ മാത്രമുണ്ടായ ഫാൻസ് എവിടെ നിന്ന് വന്നു? എവിടെ നിന്ന് വന്നു? നുണ ആണെന്ന് പറയുന്നില്ല. ആർക്കും ജാസ്മിൻ ഫാൻസ് എന്ന് പറഞ്ഞ് ആരെയും തെറിവിളിക്കാം. തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ടിന് വേണ്ടി ജെന്യുവൻ ഫാൻസ് തെറിവിളി കാണണമെങ്കിൽ സോഷ്യൽ മീഡിയ കമൻറ്റ്സ് നോക്കുക. ജാസ്മിൻ എഗെയിൻസ്റ്റ് കമൻറ്റ്സിൽ കാണാം. ആരൊക്കെയോ നന്നായി ജാസ്മിൻ എഗെയിൻസ്റ്റ് കളിക്കുന്നുണ്ട്. BB6-ൽ ജാസ്മിൻ എഗെയിൻസ്റ്റ് പറയുന്നവർ ആണ് രാജാവ്. എന്തുകൊണ്ട്? അതിന് മാത്രം ആ കുട്ടി എന്ത് ചെയ്തിട്ടു? അവിടെ വന്നൊരു ബോയ് ഫ്രണ്ട് ഉണ്ടായതാണോ ഇത്രയ്ക്ക് വലിയ മഹാപാപം? ഇനി അഫ്സൽ പറഞ്ഞതിനെക്കുറിച്ച് ഫിനാലെ ടൈം ലൈവിൽ വന്ന് സ്നേഹനിധിയായ കാമുകൻ പറയാണ്, അതും പേഴ്സണൽ ചാറ്റ് വരെ കാണിച്ചിട്ട് പറയാണ്, ജാസ്മിൻ ഫാൻസ് തെറിവിളിക്കുന്നു, അതുകൊണ്ടാണിത് പറയുന്നതെന്ന്. അപ്പോൾ കുറേ ഫാൻസ് തെറിവിളിച്ച അവളെ ഫിനാലെ ടൈം സൈബർ അറ്റാക്കിന് ഇട്ടുകൊടുക്കാം. അവളെ കിട്ടുമോ ഇല്ലേ എന്ന് പിന്നത്തെ കാര്യം. നേരാവണ്ണം മൈൻഡുള്ള ആൾ എന്താ ചെയ്യേണ്ടത്? ഒരു 2 വീക്കല്ലേ ഉള്ളൂ, അവൾ വരട്ടെ, എന്നിട്ട് ഒരുമിച്ച് എൻ്റെ ഭാഗം ക്ലിയർ ചെയ്യാമെന്ന് കരുതും. അതല്ലേ മാന്യത. ജാസ്മിൻ ഫാൻസ് അല്ലല്ലോ ജാസ്മിൻ. ഏതോ ഫാൻസിന് വേണ്ടി, അത് ജെന്യൂൻ ആയാലും അല്ലെങ്കിലും, സ്നേഹിച്ചിരുന്ന പെണ്ണിനെ സൈബർ അറ്റാക്കിന് ഇട്ടുകൊടുക്കുന്നവരെ, അതും ഫിനാലെ ടൈം നോക്കി ലൈവിൽ വന്ന് പറഞ്ഞവനെ എങ്ങനെയാണ് ന്യായീകരിക്കാൻ തോന്നുന്നത്? എന്നിട്ട് അവളെയും അവളുടെ സപ്പോർട്ട് ചെയ്യുന്ന എന്നെപ്പോലെ ഉള്ളവരെയും വെടിയെന്നും മാ ഒക്കെ വെച്ച് തെറി വിളിക്കുന്ന ടീം, ആ കുട്ടി ഇനി എങ്ങനെ ജീവിക്കും എന്നൊക്കെയുള്ള കമൻറ്റ് കാണുമ്പോൾ ദേഷ്യമല്ല, സങ്കടമാണ്. ഇവന്മാരുടെ ജാസ്മിൻ എഗെയിൻസ്റ്റ് ആര് പറഞ്ഞോ അവരെ രാജാവാക്കുന്ന ടീമിൻ്റെ ഈ ഡേർട്ടി പ്ലേക്കെതിരെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന്. ജാസ്മിൻ പുറത്തു വന്നു ഇതിനെതിരെ കേസാക്കണം. ആരൊക്കെ ഇതിൻ്റെ പിന്നിലെന്ന് കണ്ടുപിടിക്കണം. ഇതാണ് അവരുടെ കമൻറ്റ്. ശരിയാണ്, ഇത് തന്നെയാണ് ഞങ്ങളുടെ ഓരോരുടെയും മനസ്സിലുള്ളത്. ഞങ്ങൾ ഓരോരുത്തരും ഡിസ്കസ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ അതിനവർക്ക് ഞാനൊരു മറുപടിയും കൊടുത്തിട്ടുണ്ട്. ബീങ് എ സ്ട്രോങ് സപ്പോർട്ടർ ഓഫ് ജാസ്മിൻ, ഒരുവിധം എല്ലാവിധ ഗ്രൂപ്പുകളിലും ഞാൻ അംഗമാണ്. നമ്മളൊരു തെറി സീനും ഇതുവരെ കണ്ടിട്ടില്ല. ഏതെങ്കിലും ഫ്രസ്ട്രേഷൻ്റെ പുറത്ത് ആൾക്കാർ പറഞ്ഞാൽ തന്നെ നമ്മൾ അപ്പോൾ തന്നെ അത് ഡിലീറ്റ് ചെയ്യാൻ പറയാറുണ്ട്, ഡിലീറ്റ് ചെയ്യുന്നു എന്ന് ഉറപ്പ് വരുത്താറുണ്ട്. ഇതൊക്കെ നമുക്ക് നല്ലതായിട്ട് അറിയാം. ഇതൊക്കെ ഒരു പ്ലാനിങ് ആണ്. ഞങ്ങളുടെ പേരിൽ ആരൊക്കെയോ പിറകിൽ വന്ന് കളിക്കുകയാണെന്നൊക്കെ നമുക്ക് വ്യക്തമായിട്ട് അറിയാം. പക്ഷേ ഞങ്ങൾ പ്രതികരിക്കാറുണ്ട്. എങ്ങനെയാണെന്നറിയോ? വളരെ സ്ട്രോങ് ആയിട്ട് നല്ല ഭാഷയിൽ പ്രതികരിക്കാറുണ്ട്. ജെന്യുവിൻ ഐഡിയയിൽ നിന്ന് തന്നെ. ഞാനൊക്കെ എൻ്റെ പേഴ്സണൽ ഐഡിയയിൽ വന്ന് തന്നെയാണ് പ്രതികരിക്കാറ്. സോ ലെറ്റ്സ് വെയിറ്റ്. നമ്മുടെ ഫിനാലെയൊക്കെ കഴിഞ്ഞിട്ട് ജാസ്മിൻ വരട്ടെ. ജാസ്മിന് പ്രതികരിക്കാൻ അറിയാം. പേഴ്സണൽ ലൈഫ് ജാസ്മിൻ ഡീൽ ചെയ്യട്ടെ. ഗെയിം കളിക്കുന്നത് കണ്ട് നമ്മൾ അവരുടെ കൂടെ തന്നെ ഉണ്ടാവും, സപ്പോർട്ടായിട്ട്. 100 ദിവസം കഴിയുന്നത് വരെ ജാസ്മിൻ കപ്പ് ഉയർത്തുന്നത് കണ്ടിട്ട് മാത്രമേ ഞങ്ങൾ പിറകോട്ടുള്ളൂ. എവിടെയും വന്ന് തെറിവിളിക്കാനോ മറ്റുള്ളവരുടെ പേഴ്സണൽ കാര്യങ്ങളിൽ വന്ന് സംസാരിക്കാനൊന്നും ഞങ്ങൾ വരില്ല. പക്ഷേ ഞങ്ങൾ ഉണ്ടാവും വളരെ സ്ട്രോങ് ആയിട്ട്. ഇവിടെ ഇപ്പോൾ ആര് ഗെയിം കളിക്കുന്നതിനനുസരിച്ചിട്ട് ഓരോരുത്തരുടെ ഫാൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ജാസ്മിനെതിരായിട്ട് കളിക്കുകയാണ് വോട്ട് ചെയ്തിട്ട്. പക്ഷേ ഞങ്ങൾ ഇതുവരെ ആര് എന്ത് ചെയ്ത് കഴിഞ്ഞാലും ഞങ്ങൾ ആരുടെ സപ്പോർട്ടിന് വേണ്ടിയിട്ട് പോയിട്ടില്ല. അതുപോലെ തന്നെ ജാസ്മിൻ്റെ സപ്പോർട്ട് ഞങ്ങൾ ഒരിക്കലും കുറച്ചിട്ടില്ല. ബിക്കോസ് ഞങ്ങൾ PR വർക്കേഴ്സ് അല്ല. ഞങ്ങൾക്ക് ജാസ്മിൻ്റെ ഗെയിം കണ്ടിട്ടുള്ള ഇഷ്ടങ്ങളാണ്. സോ അത് ഒരിക്കലും കുറയില്ല. കാരണം ഗെയിം അതേ രീതിയിൽ വളരെ സ്ട്രോങ് ആയിട്ട് കൊണ്ടുപോകുന്ന വ്യക്തിയാണ് ജാസ്മിൻ. അപ്പോൾ എങ്ങനെയാണ് അത് കുറയുക? PR വർക്കേഴ്സ് ചെയ്യണമല്ലോ. കാരണം അവർ പെയ്ഡാണ്. അതവർ ചെയ്യുന്നത് അവരുടെ ജോലിയാണ്.
അതുകൊണ്ടാണ് ഒരു പ്രൊമോ വന്നാലും അല്ലെങ്കിൽ ആരെങ്കിലും ജാസ്മിനെതിരെ നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ 100 മറ്റുള്ള കണ്ടസ്റ്റൻറ്റിൻ്റെ പേര് അവിടെ കാണുന്നത് വിത്തിൻ സെക്കൻഡ്സ് ഓർ വിത്തിൻ മിനിറ്റ്സ് കാണുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഡ്യൂട്ടി വളരെ വൃത്തിയായിട്ട് ചെയ്യുകയാണ്. കാരണം വാങ്ങിയ കാശിൻ്റെ ജോലി അവർ ചെയ്യണമല്ലോ. പക്ഷെ ഞങ്ങൾ അങ്ങനെയല്ല, ഞങ്ങൾ ആരെയും വെയിറ്റ് ചെയ്യുന്നില്ല. എന്താണ് ഏതാണെന്നുള്ളത് നമ്മൾ നോക്കി നിൽക്കുന്നില്ല. ഞങ്ങൾക്ക് അറിയാം, ഞങ്ങൾ കാണുമ്പോൾ, ഞങ്ങൾ ലിങ്കോ കാര്യങ്ങൾ കാണുമ്പോൾ ഞങ്ങളത് ഷെയർ ചെയ്യുന്നു, കാര്യങ്ങൾ ജെന്യൂൻ ഐഡിയയിൽ വന്നിട്ട് പറയുന്നു. അല്ലാതെ ഇതുപോലെ തെറിവിളിക്കാനോ നമ്മൾക്ക് അങ്ങനെയുള്ളൊരു സംസ്കാരത്തിലേക്ക് നമ്മൾ പോവാത്തത് കൊണ്ട് ആ രീതിയിൽ ഞങ്ങൾ പ്രതികരിക്കാറില്ല എന്നുള്ളതാണ് സത്യം. എനിവേ, ഈ കമൻ്റ് ഇട്ട വ്യക്തി ആരായാലും താങ്ക് യു. കാരണം വളരെ ചുരുക്കം കിട്ടുന്ന സപ്പോർട്ടിൽ ഒന്നാണിത്. ഇത് കണ്ടപ്പോൾ ഇപ്പം തന്നെ അതൊരു വോയിസായിട്ട് പുറത്തെത്തിക്കണമെന്ന് തോന്നി. എനിവേ, താങ്ക് യു. താങ്ക്സ് അ ലോട്ട്.